നമുക്ക് നിധിയുടെ സുധീഷിന്റെ നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അങ്ങനെ നാളത്തെ കഥയില് സുധീഷ് ഹരീഷിനെ വിളിക്കുന്നുണ്ട്. ഹരീഷിനെ വിളിച്ചിട്ട് പറഞ്ഞു, എടാ ഞാൻ കുറച്ച് ലേറ്റ് ആയിട്ടോ വരത്തുള്ളൂ എന്ന് പറഞ്ഞു. ലേറ്റ് ആയിട്ടോ? എന്താ കാര്യം എന്താ? അത് പിന്നെ എനിക്കൊരു ഓട്ടം ഉണ്ടെന്ന് പറഞ്ഞു. ഓട്ടം തന്നെ ഉള്ളതാണോ? പിന്നെ ഞാൻ ഇതിനെ കള്ളത്തരം പറയണേ. സുഭാഷ് എന്നെ വിളിച്ചിട്ട് കിട്ടിയില്ല, അതാ നിന്നെ വിളിച്ചെന്ന് പറഞ്ഞു. ശരി ശരി ആയിക്കോട്ടെ. അല്ല പിന്നൊരു കാര്യമുണ്ട്, കഥ കടച്ച് കുറ്റിയിട്ട് വെച്ചേക്കരുത് എന്ന് പറഞ്ഞു. അതൊക്കെ ചിലപ്പോൾ പറയാൻ പറ്റില്ല, ചിലപ്പോൾ ഞാൻ കുറ്റി ഇടുമെന്ന് പറഞ്ഞു. കുറ്റി ഇട്ടിട്ടുണ്ടെങ്കിൽ നിന്നെ ഒന്ന് കിടന്ന് ഉറങ്ങാൻ ഞാൻ സമ്മതിക്കില്ല, വന്ന് കിടന്ന് ഞാൻ ഒച്ചപ്പാടുണ്ടാക്കുമെന്ന് പറഞ്ഞു. ഒടുവിൽ ഹരീഷ് പറഞ്ഞു, ശരി ശരി ആയിക്കോട്ടെ, കഥ കുറ്റി ഇടുന്നില്ല, ചാരി ഇടുന്നുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ കോള് കട്ട് ചെയ്തു. പിന്നീട് സുധീഷ് കസ്റ്റമർക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. കുറേ സമയം കഴിഞ്ഞപ്പോഴത്തേനും അയാൾ വന്നു. അങ്ങനെ അയാളെയും കൊണ്ട് ഓട്ടം പോവുകയാണ്. ഇതേ സമയത്ത് അടുക്കള തിരക്കിട്ട പണിയിലായിരുന്നു സുഭാഷ്. വൈകുന്നേരത്തെ അത്താഴത്തിനുള്ള പണികൾ നിധിയും കൂടെ ചെന്ന് സഹായിക്കുന്നുണ്ട്. സുഭാഷ് പറഞ്ഞു, നിധി നീ അപ്പുറത്ത് പോയിരുന്നോ, ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞു. വേണ്ട ഞാനും കൂടെ ചെയ്യാം സുഭാഷ് ഏട്ടാന്ന് പറഞ്ഞുകൊണ്ട് സുഭാഷിനോടൊപ്പം ദോശ ഉണ്ടാക്കാനൊക്കെ ആയിട്ട് കൂടുകയാണ്. അങ്ങനെ ആഹാരം എല്ലാം തയ്യാറാക്കി കഴിക്കാനായിട്ടിരിക്കുന്ന സമയത്തും സുധീഷ് വന്നിട്ടുണ്ടായിരുന്നില്ല. നിധിക്ക് നല്ലൊരു ടെൻഷനായി, എന്താ ഏതാന്ന് അറിയത്തില്ലല്ലോ. അപ്പോഴേക്കും നിധി പുറത്തേക്ക് ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നുണ്ട്. സുഭാഷ് ചോദിച്ചു, എന്താ നിധി ഇടയ്ക്ക് എന്താ പുറത്തേക്ക് നോക്കണമെന്ന് ചോദിച്ചു. അല്ല അത് പിന്നെ ഇതുവരെയായിട്ടും സുധീഷ് വന്നിട്ടില്ല, അതുകൊണ്ടാ. അപ്പോഴേക്ക് ഹരീഷ് പറഞ്ഞു, അയ്യോ അത് ഞാൻ പറയാൻ മറന്നുപോയി ഏട്ടത്തി, സുധീഷ് ഇന്ന് കുറച്ച് ലേറ്റ് ആയിട്ടോ വരത്തുള്ളൂ, ഒരു ഓട്ടോ ഉണ്ടെന്ന് വിളിച്ചു പറഞ്ഞായിരുന്നു, ഞാൻ പറയാൻ മറന്നുപോയതാന്ന് പറഞ്ഞു. ഓ അങ്ങനെയാണല്ലേ. അല്ല അപ്പോൾ സുധീഷിന് ഫുഡോ? സുധീഷ് ഏട്ടനല്ലേ ആള് വിശപ്പ് സഹിക്കില്ലാത്ത ആളാ, അതുകൊണ്ട് പുറത്തുനിന്ന് ഫുഡ് കഴിച്ചോളും, ആ കാര്യമൊന്നും ഓർത്ത് നിധി അടുത്ത് വിഷമിക്കേണ്ടെന്ന് നികേഷ് പറഞ്ഞു. അങ്ങനെയാണല്ലേ. ഈ സമയത്ത് നികേഷ് ഹരീഷും ഒക്കെ പരസ്പരം നോക്കുന്നുണ്ട്. നിധിക്ക് സുധീഷിനോട് ഇഷ്ടമാണെന്നുള്ള കാര്യം മനസ്സിലായി, അതുകൊണ്ടാണല്ലോ ചോദിച്ചേക്കുന്നത്. ഇത്തിരി താമസിച്ച് കഴിഞ്ഞപ്പോഴത്തേനും ടെൻഷൻ അയക്കുന്നേ. ആഹാരമൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ പ്ലേറ്റ് എല്ലാം കൊണ്ടുവച്ച് സുഭാഷ് അടുക്കളയെല്ലാം ക്ലീൻ ആക്കുവാണ്. അപ്പം നിധിയും കൂടെ കൂടി. ഈ സമയം ഹരീഷും നികേഷും കൂടെ ഫോണിനകത്ത് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറേ സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും സുഭാഷ് വന്നിട്ട് പറഞ്ഞു, എടാ രണ്ടുപേരും കൂടെ അവിടെ എന്തെടുക്കുക, കിടന്നുറങ്ങുന്നില്ലേന്ന് ചോദിച്ചു. ഉറങ്ങാം ഒരു 10 മിനിറ്റ് എന്ന് പറഞ്ഞു. എപ്പം നോക്കിയാലും ഫോണിൽ തന്നെ നോക്കിക്കൊണ്ടിരുന്നോണം കേട്ടോ എന്ന് പറഞ്ഞു. ഇപ്പം തീർന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അവർ വീണ്ടും കോമഡിയൊക്കെ കണ്ട് ചിരിച്ചുകൊണ്ടിരിക്കുക. ആ സമയം സുധീഷിൻ്റെ കാര്യത്തെക്കുറിച്ച് സംസാരിക്കാനായിട്ട് നീതി സുഭാഷിൻ്റെ അടുത്തായിരുന്നു. എന്നിട്ട് പറഞ്ഞു, സുഭാഷ് ഏട്ടാ ഇതുവരെയായിട്ട് സുധീഷ് വന്നില്ലല്ലോ, അവൻ വന്നോളും മോളെ, നീ വിഷമിക്കണ്ട, എന്നാലും എനിക്കൊരു പേടിയുണ്ട്, ഇത്ര സമയം കാണാത്തോണ്ടേ. എന്തിനാ പേടിക്കണേ, അവൻ്റെ കാര്യം ഓർത്ത് ടെൻഷൻ ഒന്നും അടിക്കണ്ട, അവൻ ഇങ്ങോട്ട് വന്നോളും, ഒരു കാര്യം ചെയ്യാം പോയി കിടന്നോളാൻ പറഞ്ഞു. അത് സാരമില്ല. അല്ല അപ്പം ഇങ്ങനെ രാത്രി വന്നിട്ടുണ്ടെങ്കിൽ എല്ലാവരും കിടന്നുറങ്ങിയിട്ടുണ്ടെങ്കിൽ കഥ കാര്യം തുറന്നു കൊടുക്കും, ഒരു കാര്യം ചെയ്യാം ഞാൻ ഇവിടെ ഇരുന്നോളാം, നിങ്ങൾ കിടന്ന് ഉറങ്ങിക്കളാൻ പറഞ്ഞു. സുഭാഷ് പറഞ്ഞു, അതിൻ്റെ ആവശ്യമൊന്നുമില്ല, ഈ കഥ ചാരി എടുത്തോളൂ, ഇത് അകത്തുനിന്ന് കുറ്റിയെടുത്തില്ല എന്ന് പറഞ്ഞു. അയ്യോ അപ്പം അങ്ങനെ കഥ അടയ്ക്കാതെയാണ് രാത്രി കിടന്നുറങ്ങണമെന്ന് ചോദിച്ചു. നികേഷ് പറഞ്ഞു, ഇവിടെ ഏത് ആൾ വരാനായിട്ടാ, ഒരു കള്ളന്മാർ പോലും വരത്തില്ല, വന്നിട്ടുണ്ടെങ്കിൽ എന്തെടുത്തോണ്ട് പോകാനായിട്ടാ, ഒന്നും എടുത്തോണ്ട് പോകാനൊന്നുമില്ല, അതുകൊണ്ട് ആ കാര്യത്തിൽ പേടിക്കേണ്ട നിധി അടുത്തിന്ന് പറഞ്ഞു. എന്നാലും അപ്പോഴേക്കും സുഭാഷ് പറഞ്ഞു, അതെ നിധി പോയി കിടന്നോ, ഞങ്ങൾ ഇവിടെ ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഒടുവിൽ നികേഷും ഹരീഷും ഒക്കെ കിടക്കുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പം സുഭാഷും കിടക്കാനായിട്ട് ഒരുങ്ങി. പക്ഷെ എന്നിട്ടും നിധിക്ക് ഉറക്കം വരുന്നുണ്ടായിരുന്നില്ല. നിധി അവിടെ നിൽക്കുന്ന കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും സുഭാഷ് ചെന്താ, അല്ല സുധീഷ് വന്ന് കഥ തുറന്നിട്ട് സാരമില്ല പോയി കിടന്നോളാൻ പറഞ്ഞു. നിധി മുറിയിലേക്ക് പോയി. അപ്പോഴേക്കും ഹരീഷ് നികേഷിനോട് പറഞ്ഞു, എടാ നീ ഒരു കാര്യം ശ്രദ്ധിച്ചോ? എന്താ? നിധി അടുത്തയുടെ മുഖം ശ്രദ്ധിച്ചായിരുന്നു. സുധീഷ് വരാൻ വൈകി കഴിഞ്ഞപ്പോഴത്തേനും ആ മുഖത്ത് വല്ലാത്തൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. നികേഷ് പറഞ്ഞു, അത് ഞാൻ ശ്രദ്ധിച്ച, ഇത് മറ്റേതാന്ന് തോന്നേ. എന്ത്? പ്രേമോ? അതേന്നെ, ഇത് അത് തന്നെയാന്ന് തോന്നേ. അത് കേട്ടപ്പോൾ സുഭാഷ് പറഞ്ഞു, അല്ലെങ്കിലും ഈ പറയുന്ന നികേഷ് കോളേജ് വിട്ട് വരാൻ ലേറ്റ് ആയിട്ടുണ്ടെങ്കിൽ നിധിക്ക് ഭയങ്കര ടെൻഷനാണ്, അവൾ പുറത്തിറങ്ങി വന്ന് നോക്കി നിൽക്കുമെന്ന് പറഞ്ഞു. ഹരീഷ് പറഞ്ഞു, ഇതങ്ങനെയല്ല, നികേഷ് വരാൻ താമസമുള്ള ആ ഒരു ടെൻഷനല്ല കാണുന്നേ, ഇത് വേറെ ടെൻഷനാണ്. എനിക്ക് തോന്നുന്നേ ഇപ്പം സുധീഷിനെ പോലെ തന്നെ നിധി അടുത്ത് ഈ സുധീഷിനെ സ്നേഹിച്ചു തുടങ്ങിയിട്ടുണ്ടെന്ന് തോന്നേ, അതിൻ്റെ ലക്ഷണങ്ങളാണെന്നാ തോന്നിയെന്ന് പറഞ്ഞു. അപ്പോഴേക്കും നികേഷ് പറഞ്ഞു, ആഹാ അങ്ങനെയാണ്, കൊള്ളാലോ, ഒരു നല്ല കാര്യമാണല്ലോ എന്ന് പറഞ്ഞു. അതെ എനിക്കും തോന്നുന്നുണ്ട് നല്ല കാര്യമാണെന്ന്. ഇങ്ങനെ തന്നെ മുന്നോട്ട് പോയാൽ മതിയായിരുന്നു, കാരണം സുധീഷിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് നിധിയും താനും കൂടെ ഒന്നാവുകയെന്നുള്ളത്. അത് എത്രയും പെട്ടെന്ന് പ്രാവർത്തികമാകണം എന്നാണ് മറ്റുള്ളവരുടെ വിചാരം. അങ്ങനെ ആകുവാണെങ്കിൽ സുധീഷിനൊരു ജീവിതം കിട്ടുമല്ലോ എന്നൊക്കെയൊരു ചിന്ത.
അതോടൊപ്പം തന്നെ നിധി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്കെല്ലാം ജീവനാണ് താനും. കുറേ രാത്രിയായി കഴിഞ്ഞപ്പോഴത്തേനും സുധീഷിനെ കാറ് മുറ്റത്തേക്ക് വന്നു. ഈ സമയം നിധി ഉറങ്ങാതിരിക്കുമായിരുന്നു. കാറിന്റെ ശബ്ദം കേട്ടുകഴിഞ്ഞപ്പോഴത്തേനും നിധി പെട്ടെന്ന് കതവും തുറന്ന് പുറത്തിറങ്ങി നിൽക്കുമ്പോഴത്തേനും സുധീഷ് അങ്ങോട്ട് വന്നു. സുധീഷ് വന്നിട്ട് ചോദിച്ചു, നീ എന്താ കിടന്നുറങ്ങിയില്ലേ നിധി എന്ന് ചോദിച്ചു. ഉറങ്ങിയില്ല. അല്ല ഇതെന്തിനാ വന്ന് കഥ തുറന്നേ? കഥ ഞാൻ കുറ്റിയുണ്ടെന്ന് പറഞ്ഞിരുന്നാണല്ലോ. പറഞ്ഞു, പക്ഷെ എനിക്ക് കിടന്നിട്ട് ഉറക്കം വന്നില്ല, അതുകൊണ്ടാന്ന് പറഞ്ഞു. അപ്പോഴേക്കും സുധീഷ് ഇങ്ങനെ നോക്കി നിധിയെ. എന്നിട്ട് ചോദിച്ചു, എന്താ ഉറങ്ങാതിരുന്നേ? അല്ല അത് പിന്നെ വരാൻ താമസിച്ച് കഴിഞ്ഞപ്പോൾ ഒരു പേടി ഉണ്ടായിരുന്നു. എന്തിനാ പേടിക്കണേ? അല്ല കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതല്ലേ, എൻ്റെ അച്ഛനും ചേട്ടനും എല്ലാവരും കൂടെ ചേർന്ന്. ഇനിയിപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാകുമെന്ന്. അതാണോ കാര്യം? അങ്ങനെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. അങ്ങനെ പേടിക്കാൻ തുടങ്ങിയാൽ ജീവിക്കാൻ പറ്റുമോ? എന്തിനാ പേടിക്കുന്നേ? ധൈര്യമായിട്ടിരിക്കാനൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കുകയാണ്. പിന്നീട് നിധി ചോദിച്ചു, ആഹാരം കഴിച്ചോ? പോയി ഫ്രഷ് ആയിട്ട് വന്നിട്ട് ആഹാരം കഴിച്ചിട്ട് കിടക്കാൻ നോക്കാൻ പറഞ്ഞു. ശരി ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ സുധീഷ് നിധിയും കൂടെ അകത്തേക്ക് കയറി. സുധീഷ് പിന്നെ പോയി കൈയും കാലൊക്കെ ഒന്ന് കഴുകണം. ഈ സമയത്ത് ഹരീഷ് അങ്ങോട്ട് എഴുന്നേറ്റ് വന്ന് ഒറ്റ അടിയായിരുന്നു സുധീഷിനെ പുറത്തിനിട്ട്. സുധീഷ് ഞെട്ടിത്തെരിച്ചു നോക്കി. എന്നിട്ട് എന്താടാ നിനക്കെന്ന് ചോദിച്ചു. സുധീഷ് ചേട്ടാ സത്യം പറ, എന്താ? അല്ല ശരിക്കും ഓട്ടോ ഉണ്ടായിരുന്നാണോ, ഇനിയിപ്പോൾ ഓട്ടോ ഉണ്ടെന്ന് പറഞ്ഞ് കള്ളത്തരം കാണിച്ച് താമസിച്ചു വന്നാണോ എന്ന് ചോദിച്ചു. എന്തിന്? ഞാനെന്തിനാണ് അങ്ങനെ താമസിച്ചു വരുന്നേ? പിന്നെ ഒന്നും അറിയത്തില്ലാത്ത പോലെ ഒരു കുഞ്ഞു കൊച്ചു വന്നിരിക്കുന്നു. കാര്യം എന്താ വെച്ചാൽ പറഞ്ഞു ഞാൻ. അതെ, നിധി അടുത്ത് ഇത്ര സമയം കാത്തിരിക്കുമായിരുന്നു, ഉറക്കം പോലും കളഞ്ഞ് സുധീഷ് ഏട്ടൻ വരുന്നതിന് വേണ്ടിയിട്ട്. പിന്നെ അങ്ങനെയൊന്നും ആയിരിക്കില്ല, ഞാൻ വന്നു കഴിഞ്ഞപ്പോൾ അവള് വന്ന് കഥ തുറന്നു. അയ്യോ അല്ല സുധീഷ് ഏട്ടാ, സത്യാവസ്ഥ അതൊന്നും അല്ലാന്ന് പറഞ്ഞു. പിന്നെയോ? ശരിക്കും പറഞ്ഞാൽ നിധി അടുത്തേക്ക് ഭയങ്കര ടെൻഷനായിരുന്നു സുധീഷ് ഏട്ടൻ വരാത്തതുകൊണ്ട്. ഇത്ര സമയം ലേറ്റ് ആയി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ശ്രദ്ധിച്ച കാര്യമാണ്. കാരണം എന്താണെന്നറിയോ? പ്രേമോ എന്ന് പറഞ്ഞു. പ്രേമോ? അതേന്നേ, നിധി അടുത്തേക്ക് സുധീഷ് ഏട്ടനോട് നല്ല പ്രേമമായി തുടങ്ങിയിട്ടുണ്ട്. അതിപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായ കാര്യമാണ്. അത് സുധീഷിനെ അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. സുധീഷ് പറഞ്ഞു, ഒന്ന് പോടാ അവിടുന്ന്. ഞാൻ എന്തിനാ കള്ളത്തരം പറയണേ? ഞാനുള്ള കാര്യം പറഞ്ഞതാ, ഞാൻ കള്ളത്തരം പറയേണ്ട കാര്യമൊന്നുമില്ലെന്ന് പറഞ്ഞു. അപ്പോഴേക്കും സുധീഷ് ഇങ്ങനെ ഒന്ന് ആലോചിച്ചു. ചിലപ്പോൾ ശരിയായിരിക്കും, എന്തേലും ആട്ടെ, ഞാൻ പോയി എന്തെങ്കിലും കഴിക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ഇന്ന് പുറത്തുനിന്നൊന്നും കഴിച്ചില്ലേ? ചായ കുടിച്ചായിരുന്നു, എന്നാലും നല്ല വിശപ്പുണ്ടെന്ന് പറഞ്ഞ് അടുക്കളയിൽ കയറി പ്ലേറ്റ് തുറന്ന് നോക്കി കഴിഞ്ഞപ്പോഴത്തേനും ദോശയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ സുധീഷ് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഹരീഷ് വീണ്ടും വന്നു. ഹരീഷ് വന്നിട്ട് പറഞ്ഞു, അതെ നിധി അടുത്തിനെ സമ്മതിച്ചു കൊടുത്തിരിക്കുന്നു പറഞ്ഞു. അതെന്താ? നിധി അടുത്ത് ചില കാര്യങ്ങളൊക്കെ പറയുമ്പോഴേ നമ്മളതൊക്കെ കേട്ടിരുന്നു പോകും. ഇപ്പം എന്താ പ്രത്യേകിച്ച് കാര്യങ്ങൾ? അല്ല ഇന്നിവിടെ നീതു വന്നിട്ടുണ്ടായിരുന്നു. നീതു വന്നു കഴിഞ്ഞപ്പം നിധി അടുത്ത് നീതുമായിട്ട് സംസാരിച്ചെന്ന് പറഞ്ഞു. പിന്നീട് എന്നോട് നിധി അടുത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. കഴിഞ്ഞ ദിവസം നിന്നെ കാണാതെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും അന്വേഷിച്ച് വന്നില്ലായിരുന്നു. അന്ന് നീതും ഞാനും തമ്മിൽ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അന്നത്തെ ആ പ്രശ്നങ്ങളെക്കുറിച്ചൊക്കെ പറയണം. അവസാനം ദേഷ്യം വന്നു കഴിഞ്ഞാൽ ഫോണൊക്കെ എടുത്ത് എറിഞ്ഞ കാര്യങ്ങളൊക്കെ. അത് കേട്ടപ്പോൾ സുധീഷ് ചിരിച്ചു. ഹരീഷ് പറഞ്ഞു, എന്ത് ചെയ്യാനാന്ന് പറ. എൻ്റെ ദൈവമേ, ചില സമയത്ത് തലവേദന അവളുടെ കാര്യം ഓർത്ത് കഴിഞ്ഞപ്പോൾ. അന്ന് കുറേ ഞാൻ ദേഷ്യപ്പെട്ടു. ഇത് ഞാൻ നിധി അടുത്തോട് പറഞ്ഞപ്പോൾ നിധി അടുത്ത് പറഞ്ഞ എന്താണെന്നറിയോ? ഞാൻ കാര്യങ്ങളൊക്കെ തുറന്നു പറയണമായിരുന്നെന്ന്. കാര്യങ്ങളൊക്കെ തുറന്നു പറയായിരുന്നെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ലായിരുന്നു. പെണ്ണുങ്ങളാകുമ്പോൾ ചിലപ്പോൾ ഇങ്ങനെയായിരിക്കുന്ന. നീതുവിൻ്റെ സ്ഥാനത്ത് നിധിയടുത്താണെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നുള്ളെന്ന്. ആഹാ കൊള്ളാലോ. അപ്പം നീതുവിന് സപ്പോർട്ടുമായിട്ട് വന്നിരിക്കുകയാണ് നിധി. സപ്പോർട്ടൊന്നും പറയാൻ പറ്റില്ല, പക്ഷെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്കും തോന്നി ശരിയാന്നുള്ള കാര്യം. ഞാൻ അവളോട് അങ്ങനെയൊന്നും പെരുമാറാൻ പാടില്ലായിരുന്നു. ഉള്ള സത്യാവസ്ഥ അങ്ങ് തുറന്നു പറയണമായിരുന്നു. സുധീഷ് നിന്നൊരു കാര്യം ചെയ്യുക, നീ ഇപ്പോൾ ഒന്ന് ഫോൺ വിളിച്ച് നോക്ക്, പിണക്കമൊക്കെ ഒന്ന് മാറ്റാൻ പറഞ്ഞു. ഇപ്പോഴാണ് ഒന്ന് വിളിച്ച് നോക്കാൻ പറഞ്ഞു. ഒടുവിൽ ഹരീഷ് വിളിക്കുവാണ് നീതുവിനെ. നീതു നോക്കിക്കഴിഞ്ഞപ്പോൾ ഹരീഷ എന്താ വിളിച്ചതെന്ന് ചോദിച്ചു. അത് നീ എന്തെടുക്കുക? ഞാനൊന്നും എടുക്കുമല്ല. അല്ല ഹരീഷിന് എന്നെയൊക്കെ ഓർമ്മയുണ്ടോ? കഴിഞ്ഞ ദിവസം എന്തായിരുന്നു? എന്തെങ്കിലും ഉണ്ടോ എന്നോടൊന്ന് തുറന്നു പറയാൻ മേലേ? ഇന്ന കാരണം കൊണ്ടാണ് ഞാൻ ടെൻഷനായിട്ടിരിക്കുന്നത്, അല്ലെങ്കിൽ എനിക്കിപ്പോൾ വിളിക്കാൻ പറ്റാത്തതിൻ്റെ കാരണം ഇതാന്ന്. അതൊന്നും പറയത്തില്ല, മനുഷ്യനെ ദേഷ്യം പിടിപ്പിക്കാട്ടെന്നും പറഞ്ഞുകൊണ്ട് നീ ഇത് ഭയങ്കരമായിട്ട് കിടന്ന് ദേഷ്യപ്പെടുകയാണ്. അവസാനം ദേഷ്യപ്പെട്ട് ഹരീഷ് കോള് കട്ട് ചെയ്തു. സുധീഷ് ചിരിച്ചു. ഹരീഷ് പറഞ്ഞു, ഇതൊക്കെ കൊണ്ടാണ് ഞാൻ വിളിക്കില്ല എന്ന് പറഞ്ഞ് ഞാൻ സ്റ്റോപ്പ് ചെയ്ത്. കണ്ടില്ലേ, മനുഷ്യന് ഭ്രാന്ത് പിടിക്കുന്നുണ്ട്, തലവേദന കേസ്. ഈ പെണ്ണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊന്നും ഇല്ലാതെ സ്വസ്ഥതയെ സമാധാനത്തോടെ കഴിയുവാണെങ്കിൽ അതായിരിക്കും നല്ലത്. ഇതിപ്പം മനുഷ്യനെ ഭ്രാന്ത് പിടിപ്പിക്കാനായിട്ട് എന്ത് ചെയ്യാനാന്ന് പറ. ഇവൾമാരൊക്കെ ഇങ്ങനെ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ എപ്പോൾ കുടുംബം കട്ടപ്പുകയെന്ന് ചോദിച്ചാൽ മതി. അതും പറഞ്ഞ് ഹരീഷ് പറഞ്ഞു, ഇനി ഞാൻ പോയി കിടന്ന് ഉറങ്ങട്ടെ, വെറുതെ എന്തിനാ മനുഷ്യൻ്റെ ഉറക്കം കളയണമെന്നും പറഞ്ഞുകൊണ്ട് ഹരീഷ് ഉറങ്ങാനായിട്ട് പോയി. സുധീഷ് അപ്പം ഇങ്ങനെ നിധിയെക്കുറിച്ച് ആലോചിക്കണം. ഹരീഷ് പറഞ്ഞ പോലെ തന്നോട് പ്രേമമായിരിക്കുമോ? ചിലപ്പോൾ ഇഷ്ടമുണ്ടായിരിക്കും, അതുകൊണ്ടായിരിക്കും താൻ വരുന്നതിന് വേണ്ടി കാത്തിരുന്നേ. താൻ കുറച്ച് ലേറ്റായി കഴിഞ്ഞപ്പോൾ
ടെൻഷനായി എന്നൊക്കെ പറഞ്ഞ്. ഓഹോ, അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ, താൻ ഉദ്ദേശിച്ച പോലെയൊക്കെ കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്നൊക്കെയൊരു ചിന്തയായിരുന്നു മനസ്സറിയുണ്ടായിരുന്നേ. അങ്ങനെ പിറ്റേ ദിവസമായി കഴിഞ്ഞപ്പോൾ സുധീഷ് നിധിയുടെ അടുത്ത് ചെന്നു. നിധി തുണിയൊക്കെ വിരിച്ചിട്ടുണ്ട് സമയത്ത് എന്നിട്ട് ചോദിച്ചു, അല്ല ഇന്നലെ എന്താ എനിക്ക് വേണ്ടി കാത്തിരുന്നേ? എന്നോടുള്ള ഇഷ്ടം കൊണ്ടായിരുന്നു എനിക്ക് മനസ്സിലായെന്ന് പറഞ്ഞു. അപ്പോഴേക്കും നിധി പറഞ്ഞു, പിന്നെ ഇഷ്ടം കൊണ്ടൊന്നുമല്ല. പിന്നെയോ, അത് പിന്നെ എൻ്റെ ചേട്ടനോ അല്ലെങ്കിൽ അച്ഛനോ എന്തെങ്കിലും അപകടം വരുത്തി വെച്ചാലോ എന്ന് ഓർത്തിട്ടാന്ന് പറഞ്ഞു. അപ്പോഴേക്കും നികേഷ് ഹരീഷോട്ടിന് ചിരിക്കുകയാണ്. സുധീഷ് പറഞ്ഞു, അതുകൊണ്ടൊന്നും അല്ല. പിന്നെയോ, പിന്നൊന്നുമില്ല, എനിക്കൊക്കെ മനസ്സിലായെന്ന് പറഞ്ഞു. നിധി ഇങ്ങനെ സുധീഷിനെ ഒന്ന് നോക്കുവാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് നാളെ ഉച്ചയ്ക്ക് വരാവേ. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് കേട്ടോ നിധിയുടെ സുധീഷിനെ പിറ്റേ ദിവസത്തെ വിശേഷങ്ങൾ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.